ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് FD ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വെച്ചാൽ നമുക്ക് കുറെ പേര് ഇപ്പൊ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നിങ്ങൾക്ക് അറിയിക്കും FD ക്രെഡിറ്റ് കാർഡിന്റെ സാധനം നോർമലി എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. അതിൽ നമ്മൾ അത്യാവശ്യം നല്ലത് അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുറെ പേര് ഈ FD ക്രെഡിറ്റ് കാർഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യണവരൊക്കെ ഉണ്ട്. അതായത് അതുപോലെ തന്നെ സിബിൽ ഇംപ്രൂവ് ചെയ്യണവരൊക്കെ ഉണ്ട്. നോർമലി നമ്മുടെ ഈ FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഓൾറെഡി ഒരു നോർമൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സിബിൽ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ്. അതിപ്പോ നമ്മുടെ നോർമൽ ഇപ്പോൾ ഓൺലൈനായിട്ട് തുടങ്ങാൻ പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നോർമലി പറയാറുള്ളതാണ്, നമ്മുടെ SBM ബാങ്കിന്റെ കുറെ സംഭവങ്ങൾ, കുറെ FD ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. അവർക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. ക്രെഡിലിയോ ഉണ്ട്, Z ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പിന്നെ നമുക്ക് എന്താ credit.pay എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ സാധനമുണ്ട്. ഒരു മൾട്ടിപ്പിൾ ഫിൻടെക് പ്ലാറ്റ്ഫോം ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് കുറെ ഇതുപോലെ മൾട്ടിപ്പിൾ FD ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ കുറെ ശരിക്കും ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ FD ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളൊരു സിബിൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് അതിൽ ഏതാണ് നല്ലത് അത് നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഒരു FD ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിലും അതും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾക്ക് എൻ്റെ കമന്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമന്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്. കോളോഫറാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാണാനൊക്കെ കിട്ടും, ഫോളോ ചെയ്യാൻ ലിങ്ക് കാണാനൊക്കെ കിട്ടും, ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കിട്ടും. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. കമന്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ് മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ SBI ബാങ്കിന്റെ SBI കാർഡ് ഉന്നതി എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടല്ലോ, അത് ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇത് ആക്ച്വലി നമുക്ക് ആദ്യത്തെ 4 കൊല്ലത്തേക്ക് ഫ്രീ ആണ്. അതിനുശേഷം 499 പ്ലസ് GST ചാർജ് വരും. നമുക്ക് ഇതിൽ മിനിമം FD 25,000 രൂപയാണ് കേട്ടോ. അതിന് നോർമലി 70 to 80% ഒക്കെ നമുക്ക് FD നമ്മുടെ ഇടുന്ന FDയുടെ ലിമിറ്റിന്റെ അനുസരിച്ച് ഒരു 70 to 80% നമുക്ക് ലിമിറ്റ് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ആക്ച്വലി ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ കാർഡ് വേണമെങ്കിൽ എടുക്കാം. ഇത് ആക്ച്വലി ഓഫ്ലൈനിലാണ് നോർമലി അവൈലബിൾ ആയിട്ട് കിട്ടുക കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ വൗ കാർഡാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ മോസ്റ്റ്ലി എല്ലാ FD ക്രെഡിറ്റ് കാർഡുകൾക്കും നമുക്ക് ഓൾമോസ്റ്റ് 7 to 7.1% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക. നമുക്ക് ഇടുന്ന FD ആനുവലി കിട്ടുക. അപ്പൊ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പൊ ഈ IDFC വൗ കാർഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മളെന്താ പറയാ, ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ല. നോർമലി അവർ പറയുന്നത് ഫസ്റ്റ് ഇയർ ഫ്രീ എന്നാണ്. നോർമലി നിങ്ങളൊരു സിബിൽ ഇംപ്രൂവ് ചെയ്യാനും സിബിൽ ജനറേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ IDFC ഫസ്റ്റ് വൗ കാർഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിന് മിനിമം FD എന്ന് പറയുന്നത് 10,000 രൂപയാണ്. നിങ്ങൾക്ക് ആക്ച്വലി എമൗണ്ട് ഇട്ടതിന് ശേഷം പിന്നെയും കൂട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ IDFC വൗ കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിൽ ഓൾറെഡി IDFC കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാവുന്നതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് IDFC കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിന് അൺബോക്സിംഗ് ആണ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പക്ഷേ അതിന്റെ സർവീസ് ഒക്കെ വളരെ മോശമാണ്. ഇപ്പൊ നമ്മൾ ആക്ച്വലി എല്ലാ FD കാർഡുകളുടെയും സർവീസുകൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് ആവറേജ് റേറ്റിലേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട പറയുന്നത്, നിങ്ങൾ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു കൊല്ലെങ്കിലും അത് ഹോൾഡ് ചെയ്യാൻ നോക്കുക. മിനിമം 6 മാസമെങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഇട്ടിട്ട് അടുത്ത മാസം തന്നെ ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ കുറെ ചാർജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പിന്നെ കാശിന്റെ ബാക്കി തരലോട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ കാർഡ് ക്ലോസ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് ക്യാഷ്, അതായത് റീഫണ്ട് ആയിട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു 10-15 ഒരു 2 നോർമലി ഒരു മിനിമം ഒക്കെ ഒരു 2 weeks ഒക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ മുകളിൽ കൊടുക്കാം. എനിക്ക് ആക്ച്വലി IDFC ക്ലോസ് ചെയ്തപ്പോൾ ഒരു ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ക്യാഷ് കിട്ടാൻ ഒരു 25 ദിവസമൊക്കെ എടുത്തു. ഓൾമോസ്റ്റ് 1 month എടുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു എമർജൻസി ഉള്ള ഒരു ക്യാഷ് കൊണ്ടിട്ട് ഇതിൽ ഇടുമ്പോൾ സൂക്ഷിക്കുക. അങ്ങനത്തെ ആൾക്കാർ ഇടാണ്ടിരിക്കുക എന്നാണ് കാര്യം പറയാനുള്ളത്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഇൻസ്റ്റാ ഈസി ക്രെഡിറ്റ് കാർഡാണ്. ഇതും ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇതും ഓഫ്ലൈനിൽ അവൈലബിൾ ഉള്ള, ഓൺലൈനിൽ ഇല്ല. നിങ്ങൾക്ക് ചാർജസും കാര്യങ്ങളൊന്നും വരുന്നില്ല കാർഡിന്. പക്ഷേ നിങ്ങൾ മിനിമം ഇതിന്റെ എന്താ പറയാ FD എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ് കേട്ടോ. അതായത് പിന്നെ അവർക്കൊരു സംഭവം ഉണ്ട്, അലൗസ് കസ്റ്റമേഴ്സ് ടു വിഡ്രോ അപ് ടു 100% ഓഫ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്. അതായത് നോർമലി ഈ FD ക്രെഡിറ്റ് കാർഡുകൾ അവരുടെ ടോട്ടൽ ലിമിറ്റിന്റെ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാറില്ല. ഈ കാർഡിന് സമ്മതിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, അത്ര ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ICICI ബാങ്കിന്റെ ഇൻസ്റ്റാ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്ക് ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന സംഭവമാണ്. ചാർജസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. 50,000 രൂപയാണ് മിനിമം FD എമൗണ്ട് കിട്ടുക. അപ്പൊ അതാണ് ഞാൻ മെയിൻ പറയാൻ കാരണം. ഇതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പബ്ലിക് ബാങ്കുകളുടെയും പ്രൈവറ്റ് ബാങ്കുകളുടെ ഒക്കെ FD ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത ബാക്കിയുള്ള ഓൺലൈൻ ഓറിയന്റഡ് കാർഡുകൾ ഉണ്ടല്ലോ,
അതാണെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ SBI ബാങ്കിന്റെ ZTAP ക്രെഡിറ്റ് കാർഡാണ്. ZTAPും SBI ബാങ്കോട് ടൈപ്പ് ചെയ്ത് ഇറക്കിയ ഒരു കാർഡാണ്. ലാപ്ടോപ്പ് ഫ്രീ കാർഡ് തന്നെയാണ്. 90% ഓഫ് ദ ലിമിറ്റ് കിട്ടുക. ഈ ബാക്കിയുള്ള സാധനമൊക്കെ നമുക്ക് 70-80% കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ZTAPിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്താക്കാവുന്നതാണ്. ഞാൻ ഇപ്പൊ ഈ പറയുന്ന എല്ലാ കാർഡുകളുടെയും മാക്സിമം കിട്ടാവുന്ന ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊരു സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി SBI ബാങ്കിന്റെ ZTAP കാർഡ് എടുക്കാവുന്നതാണ് കേട്ടോ. സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നോർമലി കാർഡാണ്. പക്ഷേ ഈ ഓൺലൈൻ ഓറിയന്റഡ് കാർഡുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ SBI ബാങ്കിന്റെ FD ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഞാൻ ഒരു സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഹൈ എമൗണ്ട് ഒക്കെ നിങ്ങൾ FD ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ പറയും, മിനിമം പ്രത്യേകിച്ച് 1,00,000 മുകളിൽ, നോർമലി 1,00,000 മുകളിൽ സമ്മതിക്കാറില്ല. അതും ഒരു വേണമെങ്കിൽ ഒരു 50,000 രൂപയുടെ മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഓറിയന്റഡ് നോക്കാണ്ടിരിക്കും നല്ലത്. അത് മെയിൻലി മോസ്റ്റ് ആൾക്കാരും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നവരൊക്കെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്, FD എന്ന് പറയുന്നത് എന്താ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ 8 എമൗണ്ടുമേ നമുക്ക് 7% ക്യാഷ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു 1,00,000 രൂപയുണ്ട്, ആ നിങ്ങൾ നോർമൽ FD കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ക്യാഷ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് അടക്കം 7% കിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം FD ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ആ 8 എമൗണ്ടിന് പകരം നമുക്കൊരു ലിമിറ്റ് നമ്മുടെ കാർഡിൽ കിട്ടും ചെയ്യും. ആ കാർഡ് നമുക്ക് നോർമലി ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിനും 2 ഗുണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നോർമലി മിക്ക ആൾക്കാരും ഇപ്പൊ FD ക്രെഡിറ്റ് കാർഡ് ഒക്കെ എടുക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിബിൽ സ്കോർ ഇംപ്രൂവ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാധനമാണ്. പിന്നെ വരുന്നത് നമ്മുടെ സൂപ്പർ മണി കാർഡാണ്. നമ്മുടെ സൂപ്പർ മണി ആപ്പ് ഉണ്ടല്ലോ, UPI ആപ്പ്. അതിലിപ്പോൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1% ആക്കിയിട്ടുണ്ട് നമ്മുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് അതർ സ്പെൻസുകൾക്കും നമുക്ക് 1% ക്യാഷ് ബാക്ക് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിന്റെ ഒരു സബ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, സൂപ്പർ മണി. അപ്പൊ ഇതും നിങ്ങൾക്ക് ഇതിന് ആക്ച്വലി 100 രൂപ ഇട്ടാൽ തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷെ 100 രൂപയൊന്നും തുടങ്ങാൻ നിൽക്കരുത്, അത് വേസ്റ്റ് ആണ്. നിങ്ങൾ മിനിമം തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപ 10,000 രൂപയെങ്കിലും ഇട്ടിട്ട് മാത്രം FD ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മിനിമം നമ്മുടെ ടോട്ടൽ ലിമിറ്റിന് 30% ഉപയോഗിച്ചിട്ട് അത് തിരിച്ചടയ്ക്കുമ്പോഴാണ് നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ അല്ല അത് 100 രൂപ ഇട്ടിട്ട് പിന്നെ ചുമ്മാ വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ എന്തിനാ നേരങ്ങളെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, മറക്കണ്ട. സൂപ്പർ മണി ആപ്പ് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ കാർഡുകളും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതായത് നമ്മുടെ ഇൻകം പ്രൂഫ് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡീറ്റെയിൽസും കാർഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അവർ എന്താ പറയുക, നമ്മുടെ FD എമൗണ്ട് ഇടാൻ പറയും. അതിനുശേഷം നമുക്ക് വീഡിയോ KYC വരിക. വീഡിയോ KYC കഴിഞ്ഞിട്ടാണ് ഇത് പ്രോസസ് ആവുള്ളൂ. അപ്പോൾ പ്രോസസ് ആയി കഴിഞ്ഞിട്ട് KYCക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധനം അപ്രൂവ് ആവും. അതിനുശേഷം നമുക്ക് വെർച്വൽ കാർഡ് കിട്ടും. ഇപ്പോൾ ചില കാർഡുകളൊക്കെ നമുക്ക് ഇതുപോലെ മിനിമം എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഫിസിക്കൽ കാർഡും കിട്ടും. ഇപ്പോൾ സൂപ്പർ മണി കാർഡിന്റെ കാര്യം പറയുന്നത് മിനിമം 5,000 രൂപ FD ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് ചിലതിന് ക്രൈറ്റീരിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ SBI ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ credit.p എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. അതിന്റെ ക്യാഷ് ബാക്ക് തനി വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് ആമസോൺ വൗച്ചറായിട്ടും അങ്ങനെ ബാക്കിയുള്ള വൗച്ചേഴ്സ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ആ ഫുൾ എമൗണ്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ 6% വരുള്ളൂ, വേസ്റ്റ് പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ credit.p റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ SBI അങ്ങനെ ക്രെഡിലിയോ കാർഡ് ഉപയോഗിക്കാം. അതൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. 90% ഓഫ് ദ ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ SBI അങ്ങനെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് Z കാർഡും ഉണ്ട്, ക്രെഡിലിയോ കാർഡും ഉണ്ട്. അത്യാവശ്യം റെക്കമെൻഡ് ആയിട്ടുള്ള കാർഡുകൾ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാർഡുകളാണ് നമുക്കിപ്പോൾ നമ്മുടെ FD ക്രെഡിറ്റ് കാർഡിൽ റെക്കമെൻഡ് ചെയ്യാവുന്ന കാർഡുകൾ. റെക്കമെൻഡേഷനെ പറയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ പർപ്പസ്, അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആക്സിസിന്റെയും അതുപോലെ തന്നെ ICICIന്റെയും ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓഫ്ലൈൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ലിങ്ക് കിട്ടില്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനതൊരു പെട്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു പോയതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് പോലെ അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലാണ്.